ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് 1/2 kg വെയിറ്റ് വരുന്ന എഗ്ലെസ് ഹണി ആൽമണ്ട് കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിന് വേണ്ട 1/2 kgക്കുള്ള എഗ്ലെസ് വാനില സ്പഞ്ചാണ് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. എഗ്ലെസ് സ്പഞ്ച് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യമൊക്കെ ഭയങ്കര റിസ്ക്കായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തതിന് ശേഷം നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ചാണ്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നല്ല ടെക്സ്ചർ, നമ്മൾ നോർമൽ ടെക്സ്ചർ പോലെ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എഗ്ലെസ് സ്പഞ്ച് ചെയ്യുന്ന വീഡിയോ തൊട്ട് മുൻപത്തെ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പോയി കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കാം. നല്ല സോഫ്റ്റും നല്ല ടെക്സ്ചറുള്ള കേക്ക് തന്നെ നമുക്ക് ഈ ഒരു റെസിപ്പി വെച്ചിട്ട് കിട്ടും കേട്ടോ. നമ്മൾ സ്പഞ്ചൊക്കെ റെഡിയാക്കിയതിന് ശേഷം 3 ലെയറായിട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഐസിങ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ സിറപ്പാണ് കേട്ടോ. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളം എടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഇതിന് കുറച്ചെടുത്താലും മതി പഞ്ചസാരയുടെ അളവ്, കാരണം നമ്മളിതിൽ ഹണി ഇട്ടിട്ട് ആണ് മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/4 കപ്പും 1/2 കപ്പും ആണ് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ഹണി ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, കാരണം നമ്മൾ സ്പഞ്ചിലേക്ക് വെറ്റ് ചെയ്യുന്ന സമയത്ത് സ്പഞ്ചിലും കൂടെ ഒരു ടേസ്റ്റ് വരും. അതല്ല നിങ്ങൾക്ക് നമ്മൾ സ്പഞ്ച് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഹണി നമുക്ക് ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ ഹണി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അതവിടെ മാറ്റിക്കാം കേട്ടോ. ഇനി നമുക്ക് ക്രീം എടുക്കാം. ഒരു 1/2 കപ്പ് ക്രീമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഹണി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഉള്ളിലേക്ക് ഫില്ലിങ്സിൽ കൊടുക്കുന്നത് മാത്രം ഹണി വെച്ചിട്ട് പുറത്ത് നോർമൽ ക്രീം കൊടുക്കാം കേട്ടോ. ചിലപ്പോൾ ഹണി ഇടുന്ന സമയത്ത് ഒന്ന് ലൂസ് ആവാനുള്ള സാധ്യതയുണ്ട് ക്രീം. ഇപ്പോൾ ഇതേ തേൻ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിതേ കുറച്ച് ആൽമണ്ടൊക്കെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഹണി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സിറപ്പ് വെച്ചിട്ട് നമ്മുടെ കേക്ക് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നോർമൽ എഗ്ഗ് വെച്ചിട്ടുള്ള സ്പഞ്ച് വെറ്റ് ചെയ്യുന്ന അത്രയ്ക്ക് ഇതിൽ വേണ്ടി വരില്ല. പെട്ടെന്ന് തന്നെ അത് ഓൾറെഡി അത് സോഫ്റ്റ് ആയിരിക്കുമല്ലോ, അതുകൊണ്ട് അത്ര വേണ്ടി വരില്ല കേട്ടോ. എന്നിട്ട് ഇതേ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതേ ക്രീമൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് തേൻ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം തേൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതേ ഇവിടെ ആൽമണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹണി ആൽമണ്ട് കേക്കല്ലേ, അപ്പോൾ ആൽമണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഇതിലേക്ക് ചോക്ലേറ്റ് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തിടാം, അല്ലെങ്കിൽ ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇടുന്നില്ല കേട്ടോ. കുറച്ച് മിൽക്ക് മെയ്ഡ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഹണി സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് ലെയർ ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്ത മാതിരി തേൻ ഒഴിച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ആൽമണ്ട്സ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ മുൻപ് ചെയ്ത മാതിരി കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് തേർഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതിന് ശേഷം കേക്കൊന്ന് നന്നായിട്ട് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ക്രം കോട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രിഡ്ജിനകത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. ഒന്ന് സെറ്റാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ഫൈനൽ കോട്ട് ചെയ്ത് കൊടുക്കാം. ഫൈനൽ കോട്ട് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ നോർമൽ ക്രീം വെച്ചിട്ടാണ് കേട്ടോ. ഹണി മിക്സ് ചെയ്ത ക്രീമല്ല. ഹണി മിക്സ് ചെയ്ത ക്രീം കുറച്ചൊന്ന് ലൂസായി വരുന്നുണ്ട്. അപ്പം നമ്മൾ നോർമൽ ക്രീം വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതേ നമ്മൾ കേക്ക് ഫിനിഷിംഗ് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് കേക്ക് നന്നായിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി സൈഡിലായിട്ട് ഒരു സ്ക്രാപ്പർ ഡിസൈൻ കൊടുക്കുന്നുണ്ട്. ഇനി മുകളിലായിട്ട് നമ്മൾ ചോക്ലേറ്റ് ഗനാഷാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ നിന്ന് സ്കിപ്പായി പോയി. 1:1 റേഷ്യോയിൽ വൈറ്റ് ചോക്ലേറ്റും അതുപോലെ ഫ്രഷ് ക്രീമും കൂടെ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുത്തതാണ്. എന്നിട്ട് നമ്മൾ ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ഹണിയാണ് കേട്ടോ അതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഡിസൈനൊക്കെ നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. പിന്നെ ഇതേ നമ്മൾ കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷൻസും അതുപോലെ തന്നെ കുറച്ച് ആൽമണ്ട്സും കൂടെ മുകളിൽ വെച്ച് കൊടുത്തിട്ടാണ് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു ഓർഡർ കേക്കാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ പേരും കൂടെയൊക്കെ ഒന്ന് വെച്ചിട്ട് കേക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.